ലണ്ടനിലെ വൈറ്റ്ചാപ്പലിനു സമീപ പ്രദേശങ്ങളിലും കൊലകൾ ചെയ്ത ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത സീരിയൽ കില്ലറാണ് ജാക്ക് ദി റിപ്പർ. 1888-ൽ സീരിയൽ കില്ലിംഗിൽ സജീവമായിരുന്ന വ്യക്തിയെ സൂചിപ്പിക്കാനായി മാധ്യമങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ വാക്കാണ് ജാക്ക് ദി റിപ്പർ. ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചതും പത്രപ്രവർത്തകർ സംഭവത്തിന് കൂടുതൽ ശ്രദ്ധ നേടുന്നതിനും പത്രത്തിന്റെ സർക്കുലേഷൻ കൂട്ടാനും ഉപയോഗിച്ചിരിക്കാം എന്നും കരുതപ്പെടുന്നു. കുറ്റപത്രത്തിനകത്തും സമകാലിക പത്രപ്രവർത്തകരും കുറ്റവാളിയെ വൈറ്റ്ചാപ്പൽ കൊലയാളി എന്നും ലെത അപ്രോൺ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ലണ്ടനിലെ തെരുവുകളിലെ വേശ്യകളെയാണ് സാധാരണയായി റിപ്പർ ആക്രമിച്ചിരുന്നത്. കഴുത്ത് മുതൽ അടിഭാഗം വരെ മുറിച്ച് ശരീരം വികൃതമാക്കുകയും ചെയ്തിരുന്നു. 3-ലധികം കൊല്ലപ്പെട്ടവരിലും ആന്തര അവയവങ്ങൾ മാറ്റിയതിൽ നിന്നും കുറ്റവാളി ശരീരശാസ്ത്ര വിദഗ്ധനോ ശസ്ത്രക്രിയാ വിദഗ്ധനോ ആണെന്ന് വിലയിരുത്തുന്നു. 1888 സെപ്റ്റംബർ-ഒക്ടോബർ കാലഘട്ടത്തിൽ കൊലയുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ ബലപ്പെടുത്തിക്കൊണ്ട് മാധ്യമശാഖകൾക്കും സ്കോട്ട്ലാൻഡ് യാർഡിനും കത്തുകൾ ലഭിച്ചു. നരകത്തിൽ നിന്ന് എന്ന കത്ത് വൈറ്റ്ചാപ്പൽ വിജിലൻസ് കമ്മിറ്റിയിലെ ജോർജ് ലസ്കിൻ ലഭിച്ചു. അതിനോടൊപ്പം ഇരയായ ഒരു വ്യക്തിയുടെ പാതി കേട്ടാക്കാത്ത ഒരു വൃക്കയും. കുറ്റവാളിയുടെ അതിഭീകരമായ കൊലപ്പെടുത്തുന്ന രീതിയും സംഭവങ്ങൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതിയും ജാക്ക് ദി റിപ്പർ എന്ന ഒരു മനുഷ്യൻ ഉണ്ടെന്ന് വിശ്വസിക്കാൻ കൂടുതൽ കാരണമായി. പത്രങ്ങളുടെ സമഗ്രമായ വാർത്തകളും അതിന്റെ വ്യാപനവും ആഗോളതലത്തിൽ റിപ്പറിന്റെ കുപ്രശസ്തിക്ക് കാരണമായി. 1891 വരെ വൈറ്റ്ചാപ്പലിൽ നടന്ന 11 അതിദാരുണമായ മരണങ്ങൾ 1888-ൽ നടന്ന മരണങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. 1888-ൽ 31 ഓഗസ്റ്റ് മുതൽ നവംബർ 9 വരെ നടന്ന 5 ഇരകളായിരുന്നു മേരി അന്ന നിക്കോളസ്, അന്നി ചാപ്മാൻ, എലിസബത്ത് സിട്രിഡ്, കാതറിൻ എഡ്ഡോവേസ്, മേരി ജെയിൻ കെല്ലി. അവർ തമ്മിൽ പലതിലും ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഈ കൊലകൾ ചെയ്തതാരെന്ന് കണ്ടുപിടിക്കപ്പെട്ടില്ല. റിപ്പർ കേസിനെയും അവലോകനത്തിനെയും പഠനത്തിനെയും റിപ്പറോളജി എന്ന് വിളിക്കുന്നു. ഇന്ന് 1000-ലധികം സിദ്ധാന്തങ്ങൾ റിപ്പറിന്റെ വ്യക്തിത്വമായി നിലവിലുണ്ട്. ഈ കൊലകൾ പല ഫിക്ഷൻ കഥകൾക്കും കാരണമായിട്ടുമുണ്ട്.